2025 തിരക്കഥ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു റൈറ്റർ ആണെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമസ്കാരം, ഞാൻ അമലക്ഷി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? സിംബലിസത്തെ കുറിച്ചാണല്ലേ. അതായത് നിങ്ങളുടെ തിരക്കഥയിൽ ശക്തമായ ഒരു ക്യാരക്ടറിനെ വേണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ മനസ്സിൽ കയറിക്കൂടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് സിംബലിസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിനെ എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലേ. അത് മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായ രീതിയിൽ സിംബലിസം കൊടുക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സിംബലിസത്തിൻ്റെ അഡ്വാൻസ് ക്ലാസ്സിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ സിംബലിസത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലെങ്കിലും ഈ ഒരു വീഡിയോയിൽ എന്താണ് സിംബലിസം ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംബലിസം യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് രംഗണ്ണൻ എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടറിനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട രംഗണ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു രംഗണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ ഒരു സിംബലിസം ഉപയോഗിച്ചിട്ടുള്ള രഹസ്യം, എന്ത് സിംബലിസം ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തത്, അതിൻ്റെ ആ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംബലിസം എന്താണെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് സിംബലിസം എന്താണെന്ന് പറഞ്ഞു പോകാം. ഇനി അത് കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സിംബലിസം എന്താണെന്ന് പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സ്വഭാവം നിങ്ങളുടെ ക്യാരക്ടറിന് കൊടുക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ആ ഒരു സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റോ മറ്റെന്തെങ്കിലും ഒരു സാധനത്തെ അതുമായിട്ട് കണക്ട് ചെയ്ത് കാണിക്കുന്നതിനാണ് നമ്മൾ സിംബലിസം എന്ന് പറഞ്ഞത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടരും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഒരു തുടരും സിനിമയിൽ ബെൻസ് എന്ന് പറഞ്ഞ ആ ഒരു മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് ഒരു കാട്ടാനയായിട്ടാണ്. ആ ഒരു കാട്ടാനയുടെ സ്വഭാവമാണ് ആ ഒരു ക്യാരക്ടറിനുള്ളതെന്നും ആ ഒരു രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നോക്കുകയാണെങ്കിൽ അതിനെ ഒരു പിറ്റ്ബുള്ളുമായിട്ടാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിന് മറ്റേതെങ്കിലും മൃഗത്തിൻ്റെയോ ഒബ്ജക്റ്റിൻ്റെയോ മറ്റേ എന്തെങ്കിലും പുരാണത്തിൽ നിന്നുള്ള കഥാപാത്രത്തിൻ്റെയൊക്കെ സ്വഭാവം എടുത്തിട്ട് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ അത് നൽകുന്നതിനെയാണ് നമ്മൾ സിംബലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കണ്ടു നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സിംബലിസം എന്താണെന്ന് മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ സിംബലിസത്തിൻ്റെ കുറേയധികം എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു അല്ലേ. കുറേയധികം ക്യാരക്ടേഴ്സിനെ എടുത്ത് വെച്ചിട്ട് അതെല്ലാം തന്നെ എക്സാമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള ഫിലിംസിൽ, ഇന്നത്തെ കാലത്തുള്ള ഫിലിംസിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതൊരു ഓൾഡ് സ്കൂൾ മെത്തേഡാണ്. എന്നാൽ നിങ്ങൾ പുതിയ ഒരു റൈറ്റർ ആണെങ്കിൽ, ഇന്നത്തെ കാലത്ത് 2025 തിരക്കഥ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു റൈറ്റർ ആണെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതായത് നിങ്ങളുടെ ക്യാരക്ടറിലേക്ക് നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു പുരാണ കഥാപാത്രത്തെയോ ഒന്നും തന്നെ ഡയറക്റ്റ് സിംബലൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പാടില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഡയറക്റ്റായിട്ട് സിംബലൈസ് ചെയ്യുകയാണ്. അത് തന്നെയാണ് രംഗണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് തുടരും സിനിമയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആ സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്തിരിക്കുന്ന ആനയാണെന്ന്. പലപ്പോഴായിട്ട് ആ സിനിമയിൽ പറയുന്നുണ്ട് കാട്ടാനയുടെ സ്വഭാവമാണ് ആ ബെൻസിൻ്റെ എന്നുള്ള ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാർക്കോയിൽ നോക്കിയാൽ മാർക്കോട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പിറ്റ്ബുള്ളുമായിട്ട് ഡയറക്റ്റ് തന്നെ പലയിടത്തായിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ രംഗണ്ണൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ രംഗണ്ണനെ എന്തായിട്ടാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നത് അതിൽ ഡയറക്റ്റായിട്ട് എവിടെയും പറയുന്നില്ല. അപ്പോൾ തന്നെ നമുക്കതൊരു ആ ഒരു രംഗണ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ മാത്രം ഐഡൻറ്റിറ്റി ആണെന്ന് തോന്നും. എന്നാൽ അതിനുള്ളിൽ ആ ഒരു റൈറ്റർ ആ ഒരു സിംബലിസം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം ഇനി ഈ വരുന്ന കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറെ സിംബലൈസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, രംഗണ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ എന്തുമായിട്ടായിരിക്കും സിംബലൈസ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചതിന് ശേഷം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ അത് ആലോചിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുലിക്കുട്ടിയാണ്. അതായത് ഒരു പുലിക്കുട്ടിയെ എടുത്ത് വെച്ചിട്ടാണ് ആ ഒരു രംഗണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് സിംബലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പുലിക്കുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കും, എന്തടിസ്ഥാനത്താണ് രംഗണ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് പുലിക്കുട്ടിയിൽ നിന്നാണ് പറയാൻ പറ്റുന്നില്ലേ? അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ നിരീക്ഷിച്ചതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ 5 പോയിൻറ്റ്സ് ആണ് ഇതിന് ഞാൻ ആധാരമായിട്ട് പറഞ്ഞത്. നമുക്ക് ഓരോന്നും എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ റീസണാണ് രംഗണ്ണൻ്റെ ആ ഒരു ക്യാരക്ടർ തന്നെ. അതായത് രംഗണ്ണൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റൂലേ, എപ്പോഴും പ്ലേഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത്. പെട്ടെന്ന് അഗ്രസീവ് ആവുകയും പെട്ടെന്ന് ആളുകളോട് ദേഷ്യപ്പെടുകയും എപ്പോഴെന്താണ് ചെയ്യാമെന്നൊന്നും തന്നെ പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ് രംഗണ്ണൻ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് രംഗണ്ണനെ സ്നേഹിക്കണോ അല്ലെങ്കിൽ നമ്മൾ ആ രംഗണ്ണൻ്റെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കും. നിങ്ങൾ പുലിക്കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറേയധികം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുലിക്കുട്ടി ഇതുപോലെ തന്നെ എപ്പോഴും നല്ല എൻഗേജിങ് ആയിട്ട് നല്ല ഓടി നടന്ന് പ്ലേഫുള്ളായിട്ട് കളിക്കും. എന്നാൽ പെട്ടെന്ന് അഗ്രസീവ് ആവും. പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറിയിട്ട് എന്താണ് അത് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഫണ്ണായിരിക്കും, അതുപോലെ തന്നെ ഇത്തരത്തിൽ അഗ്രസീവ് ആയിരിക്കും. ഈ 2
രണ്ട് കോമ്പിനേഷൻ ഉണ്ടല്ലേ, എപ്പോൾ സ്വഭാവം മാറുമെന്ന് പറയാത്ത അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇത് തന്നെയാണ് ഇവിടെ രംഗണ്ണൻ. അതായത് ഒരു പുലിക്കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് അത് തന്നെയാണ് ആ ഒരു രംഗണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ റീസണിലേക്ക് നോക്കുകയാണെങ്കിൽ, പുലിക്കുട്ടിയെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അമ്മ ഉപേക്ഷിച്ച് പോകാറുണ്ട്. അതിനുശേഷം ആ ഒരു പുലി ഇത്തരത്തിൽ തനിച്ചായിരിക്കും എപ്പോഴും യാത്ര ചെയ്യുന്നതും. എപ്പോഴും ആ ഒരു പുലിയുടെ മാത്രം പ്രത്യേകതയാണ്, എപ്പോഴും തനിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ രംഗണ്ണൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും, അമ്മയെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് രംഗണ്ണൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എപ്പോഴും തനിച്ചാണ്, താൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് എപ്പോഴും രംഗൻ്റെ ആ ഒരു ക്യാരക്ടർ പോകുന്ന ആ ഒരു ഫീലിങ്സ് ഒക്കെ തന്നെ നമുക്ക് ആ ഒരു സിനിമയിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, പുലികൾക്ക് എപ്പോഴും അവരുടേതായ ഒരു ടെറിട്ടറി ഉണ്ടാവും. ആ ഒരു ടെറിട്ടറിയിൽ മാത്രമേ പുലികൾ എപ്പോഴും നിൽക്കാറുള്ളൂ. ആ ടെറിട്ടറി വിട്ട് പുറത്തു പോയ ഒരു പരിപാടി അത് ചെയ്യാറില്ല. അതുപോലെ തന്നെ അതിൻ്റെ ടെറിട്ടറിക്കകത്ത് കയറിയിട്ട് ആരും കളിക്കാനും അത് അനുവദിക്കില്ല. അപ്പോഴും ടെറിട്ടറി ബേസ് ചെയ്തായിരിക്കും പുലി നിൽക്കുന്നത്. എന്നാൽ നമ്മൾ രംഗണ്ണൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ പുള്ളിയും കൃത്യമായിട്ടൊരു ടെറിട്ടറി എന്നാണ് കളിക്കുന്നത്, അതാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ വിട്ട് പുറത്ത് പോയിട്ട് പുള്ളിക്ക് ഒരു പരിപാടിയില്ല. അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു ടെറിട്ടറിക്ക് കളിക്കാനും പുള്ളി ആരെയും അനുവദിക്കാറില്ല. അങ്ങനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അടുത്ത നാലാമത്തെ കാര്യമാണ്, പുലികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, അതായത് കൃത്യത നോക്കിയിട്ട് ശത്രുവിനെ അറ്റാക്ക് ചെയ്യാൻ, പ്രിസിഷനോടുകൂടി അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് പുലിക്ക് മാത്രമാണുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ രംഗണ്ണന് കൃത്യമായിട്ട് ഓരോ ഫൈറ്റ് നടക്കുമ്പോഴും പുള്ളി ഒരാളെ കൊല്ലാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ടാർഗറ്റിലേക്ക് പോയിട്ട് അയാളെ കഴുത്തിന്, മറ്റേ ആ ഒരു ഓപ്പണർ കൊണ്ട് കഴുത്തിന് കുത്തി കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കൃത്യമായിട്ട് എങ്ങനെയാണോ ഒരു പുലി ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രിസിഷൻ തെറ്റാതെ കൃത്യമായിട്ടാണ് രംഗണ്ണനും അറ്റാക്ക് ചെയ്യുന്നത്. അടുത്ത അഞ്ചാമത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു സിനിമയിലെ കളർ പാലറ്റ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആ ഒരു സിനിമയുടെ ആ ഒരു മൂഡും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചില പ്രത്യേക കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പടത്തിനെ എൻറ്റയർലി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, വെള്ള, സ്വർണ്ണ കളറ്, മഞ്ഞ കളറ്, ഓറഞ്ച് കളറ്, ഈ പറഞ്ഞ കുറേ കളർ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു പടത്തിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഈ പറയുന്ന കളറൊക്കെ എന്ന് പറയുന്നത് ഒരു പുലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കളർ പാലറ്റാണ്. അപ്പോൾ ആ ഒരു കളറിനെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു പടത്തിൽ മൊത്തത്തിൽ കാണിക്കുന്നത്. ഇതും ആ ഒരു പുലിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ രംഗൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ പുലിയെ സിംബലൈസ് ചെയ്തുകൊണ്ട് പുലിയുടെ ആ ഒരു സ്വഭാവത്തേക്ക് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ക്യാരക്ടർ പുലിയാണെന്നോ അല്ലെങ്കിൽ പുലിയിൽ നിന്ന് ബിൽഡ് ചെയ്തതാണെന്നോ എവിടെയും ആ ഒരു സിനിമയിൽ പറയുന്നില്ല. വളരെ രഹസ്യമായിട്ടുള്ള രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഓൾറെഡി ലക്ഷക്കണക്കിന് സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട് നായകനെ പുലിയായിട്ട് സിംബലൈസ് ചെയ്തിട്ട്. അപ്പം നായകൻ പുലിയാണ്, പുലിക്കുട്ടിയാണ് ഒക്കെ പറഞ്ഞിട്ട് കുറേയധികം സിനിമകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ക്യാരക്ടർ പുലിയാണെന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കുകയാണെങ്കിൽ, പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് വെക്കുകയാണെങ്കിൽ പ്രേക്ഷകന് ബോറടിക്കും. എന്നാലും നായകൻ ഇച്ചിരി പവർഫുൾ ആണെന്ന് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നായകന് കുറച്ച് ഗംഭീരമാണെന്ന് കാണിക്കണമെങ്കിൽ എന്തെങ്കിലും സിംബലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ അവസ്ഥയിലാണ് ഇത്തരത്തിൽ ആ ഒരു കറക്റ്റ് കാര്യം മാത്രം എടുത്ത് വെച്ചിട്ട് അതിനെ മാത്രം കൊടുത്തിട്ട് ആൾക്കാർക്ക് അത് മനസ്സിലായതുമില്ല, എന്നാൽ ആൾക്കാർക്ക് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ തിരക്കഥയിൽ നിങ്ങൾ ഇത്തരത്തിൽ സിംബലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിനെ ഒരു കാട്ടാനയായിട്ട് കമ്പയർ ചെയ്തിട്ട് സിനിമ വീണ്ടും ഇറക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഡയറക്റ്റ്ലി ആനയാണ് കാട്ടാനയാണെന്ന് തുടരുകളിൽ യൂസ് ചെയ്ത് കണക്ക് യൂസ് ചെയ്യാതെ പകരം ഇൻഡയറക്റ്റായിട്ട് എങ്ങനെയാണോ ആവേശത്തിൽ ആ ഒരു പുലിക്കുട്ടിയെ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതൊരു ഓൾഡ് സ്കൂൾ മെത്തേഡാണെന്ന് പറഞ്ഞിട്ട് അത് മോശമാണെന്നല്ല, നിങ്ങൾക്ക് ഈ പുതിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി അതല്ല നിങ്ങളുടെ കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ രീതിയിൽ സിംബലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സിംബലൈസ് ഉപയോഗിച്ച് ഇതേപോലെ സീക്രട്ടായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതെല്ലാമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും